അപ്പോ എന്നോടൊരു തുറന്ന യുദ്ധത്തിന് തന്നെയാ നിന്റെ തീരുമാനം അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ലമ്മേ. പിന്നെന്തിനാ രാജിവെക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും ഈ യൂണിഫോം ഇട്ടത്? ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? അല്ല, എനിക്ക് ഈ ജോലിയിൽ തുടരാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്ത ചില തെറ്റുകൾ എനിക്ക് തിരുത്തണം. അത് ചെയ്യാതെ ഞാൻ രാജിവെച്ചാ അതിന്റെ നാണക്കേട് എന്റെ അച്ഛനായിരിക്കും. എന്തു പറഞ്ഞാലും ഒരച്ഛൻ. അമ്മ എന്തിനാ അവളെ നിരുത്സാഹപ്പെടുത്തുന്നത്? അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ അവൾ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചല്ലേ? അതിനു മുമ്പ് അവൾക്ക് മഹിമയെ പുറത്തിറക്കണമെന്നുണ്ട്. ഏതൊരു ചേച്ചിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് മഞ്ജു കാരണം മഹിമ അറസ്റ്റിലായതുകൊണ്ട്. അതിന് ഇവള് തന്നെ അന്വേഷണം നടത്തണമെന്നുണ്ടോ? ഇവൾ അന്വേഷിച്ചതിന്റെ ഗുണമൊക്കെ നമ്മൾ കണ്ടതല്ലേ? ആദ്യം നിന്നെ പിടിച്ചകത്തിട്ടു, പിന്നെ മഹിമയെ. രണ്ടുപേരും കുറ്റക്കാരല്ലെന്ന് ഉറപ്പാ. ഇനി അന്വേഷണം നടത്തി മറ്റേതെങ്കിലും നിരപരാധികളെ ജയിലിലടയ്ക്കാനുള്ള പരിപാടിയാണോ? ഇനി അടുത്ത തവണ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാ? എന്നെയാണോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അറിഞ്ഞിരിക്കണല്ലോ. എനിക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിയോ കഴിവോ ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അവരെക്കാളൊക്കെ ഈ കേസ് തെളിയിക്കാനുള്ള ആവേശം എനിക്കുണ്ടാവും. കാരണം എനിക്ക് എന്റെ അനിയത്തെ രക്ഷിച്ചേ പറ്റൂ. ചെയ്യാത്ത കുറ്റത്തിന് അവള് ജയിലിൽ കിടക്കാൻ പാടില്ല. എന്റെ മകളും ചെയ്യാത്ത കുറ്റത്തിനാ ജയിലിൽ കിടക്കുന്നത്. അവളെ എവിടെ എത്തിച്ചത് നീയാ. അതിനുള്ള ദേഷ്യം ഞാൻ നിന്നോട് തീർക്കട്ടെ. നിന്നോട് ഞാൻ പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്റെ പേരക്കുട്ടിയെ നീ ചുമക്കുന്നത് കൊണ്ട് മാത്രം. അതും കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നീയൊന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് അമ്മയോട് ബഹുമാനമുള്ളത്, പേടിയല്ല. അതുകൊണ്ട് ഭീഷണി വേണ്ട. സ്വപ്നയെ അറസ്റ്റ് ചെയ്തത് ചെയ്യാത്ത കുറ്റത്തിനായിരിക്കാം. പക്ഷേ അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവൾ അനുഭവിക്കുന്നത്. മഞ്ജു പോട്ടമ്മേ.